ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ആസ് പെർ എജ്യു ടിപ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതെന്ന് പറഞ്ഞാൽ ഡൈജഷൻ എന്താണ്, ഡൈജഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതും ഓരോ ഭാഗത്തിൻ്റെ ഫങ്ഷൻസും ആണ്. ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. നമ്മൾ കഴിച്ച ഫുഡിനകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ ആഗിരണം. നോക്കിക്കേ, ഡൈജഷൻ ഈസ് ഹ്യൂമൻസ് ഈസ് കംപ്ലീറ്റ്ലി എക്സ്ട്രാ സെല്ലുലാർ. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും എക്സ്ട്രാ സെല്ലുലാർ ആണ്, സെല്ലിന് വെളിയിൽ നടക്കുന്നതാണ്. നോക്കിക്കേ, കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻ മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മുടെ ശരീരത്തിലെ ദഹനം എന്ന് പറയുന്ന പ്രക്രിയ അവസാനിക്കുന്നത് എവിടെയാണ്? ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ്. കാരണം ആവശ്യമായ ന്യൂട്രിയൻസിനെയെല്ലാം ആഗിരണം ചെയ്യുന്നത് അഥവാ അബ്സോർബ് ചെയ്യപ്പെടുന്നത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലും, ബാക്കി വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസാണ് എക്സ്ക്രീഷനായിട്ട് പുറന്തള്ളപ്പെടുന്നത്. നമ്മുടെ ചെറുകുടലിൻ്റെ ഘടന തന്നെയാണ് ഈ ആഗിരണത്തിന് സഹായിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്. ആദ്യമേ ചോദിക്കട്ടെ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച സിമ്പിൾ ന്യൂട്രിയൻസ്? കാർബോഹൈഡ്രേറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതൊക്കെ പറഞ്ഞു. പ്രോട്ടീൻ്റെ ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് വരുന്നുണ്ട്. പിന്നെ ലിപ്പിഡ്സിൽ നിന്നും എന്തൊക്കെയാണ്? ഗ്ലിസറോളും ഫാറ്റി ആസിഡും. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ന്യൂട്രിയൻസ്. ഈ ഫുഡിൽ നിന്നും കിട്ടിയ ഈ ന്യൂട്രിയൻസിനെ നമ്മുടെ ശരീരം എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. ആ ആഗിരണം ചെയ്യുന്ന സ്ഥലമാണ് ഏത്? സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇനി ആ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എങ്ങനെ ആഗിരണം നടക്കുന്നു എന്നാണ് പറയുന്നത്. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഈസ് എ ലോങ് കോയിൽഡ് മസ്കുലാർ ട്യൂബ് ദാറ്റ് ഈസ് അറൗണ്ട് 6 മീറ്റർ ലോങ് ആൻഡ് 2.5 സെൻറ്റിമീറ്റർ ഇൻ ഡയമീറ്റർ. നമ്മൾ ചെറുകുടൽ എന്ന് പറയുന്നത് പേര് കൊണ്ട് ചെറുകുടൽ എന്നാണെങ്കിലും അതിന് നീളമുണ്ട്, ലെന്ത് കൂടുതലാണ്. വൻകുടലും ചെറുകുടലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീളം കൂടുതലായിരിക്കുക സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ആണ്. ഇത് ലോങ് ആണ്, അതുപോലെ കോയിൽ ചെയ്ത് ചുരുണ്ടല്ലേ കിടക്കുന്നത്. അതേപോലെ തന്നെ മസ്കുലാർ ട്യൂബാണ്, മസിൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. എത്ര നീളമുണ്ട്? 6 മീറ്ററോളം നീളമുണ്ട്. അതിൻ്റെ വീതി എന്ന് പറയുന്നത് എത്രയാണ്? ഒരു 2 സെൻറ്റിമീറ്ററോളം വീതിയൊക്കെ, അല്ലെങ്കിൽ 2-2.5 സെൻറ്റിമീറ്റർ വീതി മാത്രമേ ചെറുകുടലിനുള്ളൂ. ഡിയോഡിനം ഈസ് ദ ഇനിഷ്യൽ പാർട്ട് ഓഫ് ദിസ്. അപ്പോൾ നിങ്ങൾക്ക് വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം, എന്താണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ ഇനിഷ്യൽ പാർട്ട്? ചെറുകുടൽ ആരംഭിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് ഡിയോഡിനം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ. ദ പെക്യുലാരിറ്റി സ്ട്രക്ചർ ഓഫ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഫോർ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ പ്രോസസ്സ്. നമ്മൾ ചെറുകുടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു പ്രത്യേക സ്ട്രക്ചർ കാണാൻ പറ്റും. അതെന്തിനു സഹായിക്കുമെന്നാണ് പറയുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ദഹനത്തിനും ആഗിരണത്തിനും സഹായിക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു വിരലിൻ്റെ പോലത്തെ സ്ട്രക്ചർ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നോക്കിക്കേ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ. നമ്മൾ ചെറുകുടലിൻ്റെ അകത്തെ ഭിത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് നമ്മുടെ വിരലിൻ്റെ ആകൃതിയിലുള്ള ചെറിയ പ്രൊജക്ഷൻസ്, ഒരു ഉയർച്ച പോലെ കാണാനായിട്ട് പറ്റും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? വില്ലൈ. അപ്പം ഒറ്റ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണെങ്കിൽ അതിനെ വില്ലസ് എന്ന് പറയും. ഒരുപാട് പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് അതിനെ വില്ലൈ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫംഗ്ഷൻ, അതായത് വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ബൈ മെനി ഫോൾഡ്. ചെറുകുടലിൽ ആഗിരണം നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ സർഫസ് ഏരിയ ഒന്ന് കൂട്ടിക്കൊടുക്കുന്നു. അതാണ് വില്ലസിൻ്റെ ഫംഗ്ഷൻ. ഒരു വില്ലസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഒരൊറ്റ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു, ചെറുകുടലിൽ ഇതുപോലത്തെ ഒരുപാട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അതിനെ വില്ലൈ എന്ന് പറഞ്ഞത്. അടുത്തതാണ് നമുക്കൊരു വില്ലസിൻ്റെ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഏറ്റവും പുറമേക്ക് കാണപ്പെടുന്ന ഒറ്റ ലെയർ, അതാണ് എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രൈമറി സർഫസ് ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. പ്രാഥമികമായിട്ട് ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനായിട്ടുള്ള ഒരു സർഫസായിട്ട്, പ്രതലമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആര്? സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ്. രണ്ടാമത് വരുന്നതാണ് ബ്ലഡ് കാപ്പിലറീസ്. ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് നമ്മുടെ ഈ വില്ലസിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുകയും അതെന്തായിട്ട് മാറും? ചെറിയ രക്തലോമികകൾ അഥവാ ബ്ലഡ് കാപ്പിലറീസ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ ബ്ലഡ് കാപ്പിലറീസ് എല്ലാം കൂടി ഒരുമിച്ച് ചേർന്നിട്ട് വെയിനായിട്ട് മാറുകയും എന്നിട്ട് വില്ലസിൻ്റെ വെളിയിലേക്ക് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ബ്ലഡ് കാപ്പിലറീസ് അഥവാ രക്തലോമികകളുടെ ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ് ഇങ്ങനെയുള്ള ജലത്തിൽ ലയിക്കുന്ന വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നു. ബ്ലഡ് കാപ്പിലറീസിൽ വെച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്ന ഈ കണ്ടൻറ്റുകളെല്ലാം എങ്ങോട്ടേക്ക് റിലീസ് ചെയ്യും? ബ്ലഡിലേക്ക് തന്നെ കൊടുക്കും. ഈ ബ്ലഡിൽ നിന്നാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. നമ്മളിവിടെ ഏതൊക്കെ കമ്പോണൻസ് പറഞ്ഞു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡ്സും. ഇനി ഇത് മാത്രമാണോ ഉള്ളത്? വെള്ളത്തിൽ ലയിക്കാത്ത ഇൻസോലബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ ഇല്ലേ? അപ്പോൾ അതിനെയൊക്കെ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വില്ലസിൻ്റെ അടുത്ത പാർട്ടായിട്ടുള്ള ലാക്റ്റിയലിനാണ് പറ്റുന്നത്.
ഇപ്പോൾ ലാക്റ്റിൽ എന്താണ്? ദ ബ്രാഞ്ച് ഓഫ് ലിംഫ് വെസൽ. ഇവരെന്ത് ചെയ്യും? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യപ്പെടുകയും ഒപ്പം ഈ ലിംഫ് വെസലിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ലിംഫ് എന്ന് പറയുന്ന ദ്രാവക ഭാഗം ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ എങ്ങോട്ടേക്ക് പോകും? ലിംഫിലേക്ക് പോകും. വാട്ടർ സോലുബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ബ്ലഡ് കാപ്പിലറീസിൽ വെച്ച് അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്കും, ബ്ലഡിൽ സോലുബിൾ ആവാത്ത ഇൻസോലുബിൾ കമ്പോണൻ്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ലാക്റ്റിയൽ വഴി എങ്ങോട്ടേക്ക് പോകും? ലിംഫിലേക്കും പോകും. അപ്പോൾ ഇവിടെ നിന്നുമാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സഹായത്താൽ എത്തപ്പെടുന്നത്. ഇനി നമുക്ക് തുടർന്ന് സർക്കുലേറ്ററി സിസ്റ്റമൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പഠിച്ചതെന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് വില്ലസ്. ഇതുപോലെ ഒരുപാട് വില്ലസ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിനെ വില്ലൈ എന്ന് പറയും. വില്ലയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത്. ഏറ്റവും പുറമേക്ക് ഒരു സിംഗിൾ ലെയർഡ് എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്. ഇവരുടെ പ്രൈമറി ആയിട്ട് സർഫസ് അറ്റാക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ. ബ്ലഡ് കാപ്പിലറീസ് എന്ത് ചെയ്യും? വാട്ടർ സോലുബിൾ കമ്പോണൻസിനെ അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്കും, ഒപ്പം ലാക്റ്റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ലയിക്കാത്ത ഘടകങ്ങളായിട്ടുള്ള ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ലിംഫിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ന്യൂട്രിയൻസ് പോകുന്നത്. ഏതിൻ്റെ സഹായത്താൽ? ബ്ലഡിൻ്റെയും ലിംഫിൻ്റെയും സഹായത്താൽ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്